എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായിട്ട് ഞാൻ ഒന്നും പറയാതെ ഇരുന്നത്. വീട്ടിൽ പല കാര്യങ്ങളും തിരക്കുകളും വന്നത് മാത്രമല്ല, എനിക്ക് പുതിയതായിട്ടൊന്നും പറയണമെന്ന് തോന്നിയില്ല. ഇത്രയും നാൾ ഞാൻ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. ഒരുവിധം കൺട്രോൾഡ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ അത് ഒരു റിവേഴ്സൽ എന്ന് പറയാനൊന്നും ഒക്കത്തില്ല. കൺട്രോളിങ് ത്രൂ നോൺ മെത്തഡ്സ് ആണ്. അപ്പം എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത് എന്നുള്ളതിന് പറയുകയാണെങ്കിൽ, ഏറ്റവും അധികം ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഫുഡാണ്. കാർബോഹൈഡ്രേറ്റ് ഇൻടോളറൻസ് ആണ് ഡയബറ്റിസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ബോഡിക്കുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ഇൻടോളറൻസ്. ബാക്കിയുള്ളവർ കാർബോഹൈഡ്രേറ്റ് പ്രോസസ്സ് ചെയ്യാൻ അവരുടെ ബോഡിക്ക് സാധിക്കുന്നു, പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ആ കാർബോഹൈഡ്രേറ്റ് മാനേജ്മെൻ്റ് ആണ് ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ ചെയ്യുന്നത് എക്സസൈസാണ്. അപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പലതരം എക്സസൈസസ് വരും. നമ്മൾ കാർഡിയോ മാത്രമല്ല, നമ്മൾ എയറോബിക്സ് മാത്രമല്ല, നമ്മൾ നടക്കുന്നത് മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ചൊക്കെ എങ്കിലും വെയിറ്റ് ട്രെയിനിങ് ചെയ്താലേ നമ്മൾക്ക് മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, മസിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം മസിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഇതിനെ നമ്മളുടെ ഇത് ഗ്രാജുവലായിട്ട് കുറയ്ക്കാനുള്ള ഒരു മാർഗം. പക്ഷേ ഷഡോ ഒന്ന് കുറഞ്ഞു കാണണമെങ്കിൽ, ഒരു ഇൻസ്റ്റൻറ്റിൽ കുറഞ്ഞു കാണണമെങ്കിൽ ഫുഡ് കൺട്രോളാണ്. എന്താ വെച്ചാൽ ഈ ഫുഡാണല്ലോ കയറി ഗ്ലൂക്കോസ് ആകുന്നത്. അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്കിത് കുറയ്ക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ വേറെ ഒരു മെത്തേഡ്സ് ഒന്നും വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് ഷുഗർ കുറയ്ക്കാനായിട്ട് സാധിക്കത്തില്ല. അതൊക്കെ ഗ്രാജുവൽ പ്രോസസ്സായിട്ടാണ് ഷുഗർ കുറയുന്നത്. പിന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഈറ്റിംഗ് ഓർഡർ എല്ലാം അതിൽ വരും. രണ്ടാമത്തെ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടുന്നതാണ്. നമുക്കൊരു മെറ്റബോളിക് ഡിസീസാണ്, മെറ്റബോളിസം സ്ലോ ആണ്. അപ്പം ഈ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമുക്ക് ഫസ്റ്റായിട്ട് നമ്മൾ മോസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ളത് എക്സസൈസാണ്. രണ്ടാമത് നമ്മളുടെ ബോഡിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ്സാണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് മെറ്റബോളിക് റേറ്റ് കൂട്ടാം. മൂന്നാമത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും, നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കണം. ആ രീതിയിലുള്ള ഫാസ്റ്റിംഗ് വേണമെന്നില്ല, നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും ചെയ്യാം. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് നമുക്ക് ഒരുവിധം ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ മെത്തേഡ്സ് ഞാൻ അടുത്തതായിട്ട് പിന്നെ പറയാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? ഇത് മൂന്നും കഴിഞ്ഞ് ചെയ്യാൻ സാധിക്കുന്നത് സ്ലീപ്പാണ്. സ്ലീപ്പ് ഡിപ്രിവേഷൻ, നമ്മൾ ശരിയായി ഉറങ്ങുന്നില്ലെങ്കിൽ അതും നമ്മളുടെ മെറ്റബോളിസത്തിനെയും നമ്മളുടെ വെൽബീയിങ്ങിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഉറക്കം എന്തായാലും എൻഷുർ ചെയ്യണം. 7 മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ സാധിക്കത്തില്ല, ഇടയ്ക്ക് ഇൻറ്ററപ്റ്റഡ് ആകുമായിരുന്നു, ഇപ്പം അങ്ങനെ ഇല്ല. അപ്പോൾ ഉറക്കം ഒരു കാര്യം. പിന്നെ ഉള്ളത് സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ്. നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ കൂടുകയും, ആ കോർട്ടിസോൾ കൂടിയിരിക്കുമ്പോൾ നമ്മളുടെ ഷുഗർ റിലീസ് കൂടുകയും ഷുഗർ അപ്ടേക്ക് കുറയുകയും ചെയ്യും. ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇന്നിപ്പോൾ ഈ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഞാൻ 1 by 1 ഈ 5 പോയിന്റിനെ ഇലാബറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കാർബോഹൈഡ്രേറ്റ് 5 പോയിന്റിൻ്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോന്നും ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നും ഇനി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. എനിക്കിപ്പോൾ ധാരാളം സമയമുണ്ട്. എനിക്ക് ഞാൻ തന്നെ വേറെ ചില എൻഗേജ്മെൻറ്റ്സിലായത് കൊണ്ടാണ് റെസ്ട്രിക്റ്റഡ് ടൈം ആയത്. അപ്പോൾ ഇനി ഞാൻ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്, എൻ്റെ ഡയറ്റ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാനതെല്ലാം 1 by 1 കാണിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആകും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.